മനോഹരമായ ഒരു ദൈവിക സന്ദേശം ഇന്ന് പകൽ കർത്താവ് കേൾപ്പിച്ചതിന് സർവർക്ക് സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ സന്തോഷിപ്പാനിടയാകും. തമിഴ് എല്ലാവർക്കും മനസ്സിലാകാഞ്ഞ കൊണ്ടാണോ എല്ലാവരും കൈപോക്കാഞ്ഞത് എനിക്കറിയത്തില്ല. എന്താണേലും തമിഴ് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുന്നു. അനുഗ്രഹീതമായ ഒരു ദിവസം കൂടെ കർത്താവ് തന്നു. ഇന്ന് സന്തോഷിപ്പാനുള്ള ദിവസം എന്ന് പറഞ്ഞേ. ഇന്ന് അങ്ങനെയല്ല, ചുമ്മാ സന്തോഷിക്കും. ഇന്ന് സന്തോഷിപ്പാനുള്ള ദിവസം. നാളെ ഇതേ സാഹചര്യത്തിൽ നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും ഉറപ്പില്ല. പക്ഷെ ഇന്ന് നമുക്ക് ദൈവം തന്നിരിക്കുന്ന സാഹചര്യം സന്തോഷിക്കാൻ. എത്ര പേർക്ക് ഇന്ന് സന്തോഷിക്കാൻ ആഗ്രഹമുണ്ട്? കരങ്ങളൊക്കെ ഒന്ന് തട്ടി, ഒന്ന് ഫ്രീ ആയിട്ടിരുന്നേ. നമ്മളൊന്ന് ഫ്രീ ആയിട്ട് കരങ്ങളൊക്കെ ഒന്ന് തട്ടി സന്തോഷത്തോടെ ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. ഓക്കെ. കൈ പെട്ടെന്നൊന്ന് തളർന്നു പോയാൽ, വൺ സൈഡ് കൊളാപ്സ് ആയാൽ പിന്നെ ഈ കൈയടിക്കാനൊന്നും പറ്റത്തില്ല. നിന്ന നിപ്പിൽ മുഖമൊന്ന് കോടിയാൽ ഒരു സ്തോത്രം മര്യാദയ്ക്ക് പറയാനും തീയത്തില്ല, പറ്റത്തില്ല. എന്നാൽ ഈ അവസ്ഥയൊന്നും ദൈവം ഇന്ന് ഈ സമയം തരാഞ്ഞതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യും. അതിനാ കരങ്ങളൊക്കെ അടിച്ച് പാടി ദൈവത്തെ സ്തുതിക്കാൻ പറയുന്നത്. നാളത്തെ അവസ്ഥ എനിക്കും നിങ്ങൾക്കും എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതിരിക്കുമ്പോൾ ഇന്ന് കർത്താവിൽ സന്തോഷിച്ച് ആനന്ദിക്കാം. അതിനെയാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇന്ന് അനുഗ്രഹീതമായൊരു സന്ദേശമാണ് കർത്താവിന്റെ ദാസനിലൂടെ കേട്ടത്. എന്താ പറഞ്ഞത്? നമ്മൾ പിന്നെ പെട്ടെന്ന് മറവിക്കാരാണ്. കേട്ട ഉടനെ നമ്മൾ എന്ത് ചെയ്യും? മറക്കും. അത് നല്ലൊരു സ്വഭാവവും നല്ലൊരു അനുഗ്രഹീതമായ ഒരു കഴിവാണ്, അല്ലേ? പക്ഷെ ഈ കഴിവ് ദൈവവചനം കേൾക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ഇപ്പം പുള്ളി 10 മിനിറ്റ് മുമ്പ് പറഞ്ഞത് എന്താ വാക്യങ്ങൾ, ആരെ കുറിച്ച് പറഞ്ഞെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമ്മളിങ്ങനെ തപ്പും. ആരാ ഇതിനി അടുത്ത ആഴ്ച വന്ന് ചോദിച്ചാൽ ടോട്ടലി ബ്ലാങ്ക് ആണ്. നേരെ മറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ, കഴിഞ്ഞതിന് മുമ്പലത്തെ ആഴ്ചയിൽ, അതിന്റെ മുമ്പലത്തെ ആഴ്ചയിൽ പാസ്റ്ററെ കുറിച്ച് അല്ലെങ്കിൽ അവരെ കുറിച്ച് ഇവരെ കുറിച്ച് എന്ത് പറഞ്ഞെന്ന് ചോദിച്ചാൽ എണ്ണി പോയിന്റ് കണക്കിന് എന്ത് ചെയ്യും? പറയും. അത് വല്ലാത്തൊരു കഴിവാണ്. ഈ കഴിവ് ഞാൻ കൂടുതൽ കണ്ടുവന്നിരിക്കുന്ന പെന്തിക്കോസ്തുകാരുടെ ഇടയിലാണ്, വിശ്വാസികളുടെ ഇടയിലാണ്. എന്നാൽ നമ്മൾ അങ്ങനെ ആകരുത്. നമ്മൾ വാക്ക് വിത്ത് ഗോഡ്. കരം പിടിച്ച് നടത്താം എന്ന് പറഞ്ഞവൻ, നമ്മെ നടത്തുമെന്ന് പറഞ്ഞവൻ, അന്ത്യം വരെ നടത്താമെന്ന് പറഞ്ഞവൻ, നമ്മുടെ കരം പിടിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നവൻ, ആ കരത്തിലല്ലേ ഇന്ന് പകൽ പിടിക്കേണ്ടത്. ഈ പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കേൾക്കുമ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, കർത്താവേ ഒരു കാലത്ത് എന്നെ കരം പിടിച്ച് ചളിക്കകത്തുനിന്ന്, കുഴഞ്ഞ ചേറ്റിനകത്തുനിന്ന് വലിച്ചു കയറ്റി എന്നെ കുറെ നടത്തിയതാ. പക്ഷെ എവിടേക്കോ വെച്ച് ആ കരം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. ഞാൻ ഇപ്പോഴും ആ കരത്തിലുണ്ടോ? ആ കരത്തിൽ എൻ്റെ കരമുണ്ടോ? ആ കരത്തിൽ എൻ്റെ കരം കൂടെ ചേർത്ത് പിടിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ആലോചിക്കാനും ഇല്ലെങ്കിൽ ചേർത്ത് പിടിക്കാനും ഒക്കെയുള്ള സമയമാ ദൈവവചനം കേൾക്കുന്ന സമയം. ഇതല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ ആകുലപ്പെട്ടുകൊണ്ടിരുന്നാൽ ജീവിതകാലം മുഴുവൻ പെട്ടിക്കകത്ത് കയറി അവസാനം വേണ്ടപ്പെട്ടവർ മുഖം മൂടുന്നത് വരെയും എന്ത് ചെയ്യും? ആലോചിച്ചോണ്ടിരിക്കും. പിന്നെ മുഖം മൂടി പെട്ടി അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആലോചനയില്ല. ഇന്ന് പകൽ അങ്ങനെ ആലോചിക്കാനല്ല ദൈവമക്കളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. അടവി തരുക്കളിനിടയിൽ ഒരു നാരകം എന്ന വണ്ണം, അടവി തരുക്കളിനിടയിൽ ഒരു നാരകം എന്ന വണ്ണം, വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാം യേശുവിനെ. വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാം യേശുവിനെ. വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ, ജീവ
കാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. പകർന്ന തൈലം പോൽ നിന്നാമ പാരിൽ സൗരഭ്യം വീശുന്നതാൽ, പകർന്ന തൈലം പോൽ നിന്നാമ പാരിൽ സൗരഭ്യം വീശുന്നതാൽ, പഴിദൂഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിയിടണേ. പഴിദൂഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. മനക്ലേശതരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, മനക്ലേശതരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, തിരുക്കരം നീട്ടിയേടു തണച്ചു ഭയപ്പെടേണ്ടായെന്ന് ഉരച്ചവനേ. തിരുക്കരം നീട്ടിയേടു തണച്ചു ഭയപ്പെടേണ്ടായെന്ന് ഉരച്ചവനെ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരു യാത്രയിൽ നന്ദിയോടെ ഞാൻ, നന്ദിയോടെ ഞാൻ പാടിടുമേ. ഒരിക്കൽ കൂടെ പാട്ട് പാടണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഇതേ പാട്ട് ഹല്ലേലൂയ, അത്ര മനോഹരമായ പാട്ടാണ്. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ. ഹല്ലേലൂയ. വാക്ക് വിത്ത് ഗോഡ് എന്ന വാക്ക് നമുക്കെല്ലാവർക്കും കേൾക്കാൻ വലിയ സുഖമാണ്, പറയാനും വലിയ എളുപ്പമാണ്. പക്ഷേ വാക്കിംഗ് വിത്ത് ലോർഡ് അല്ലെങ്കിൽ ഗോഡ് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ചിലയിടത്ത് ചെല്ലുമ്പം ഈ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചാൽ അറിയാം, അവർ ഈ കരം പിടിച്ച് നമ്മൾ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞാലും ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ അവർ വല്ലാതെ നമ്മളെ കരമെന്ത് ചെയ്യും, ഒന്ന് കൊടയും. എന്തിനാണെന്നറിയാമോ? അവർക്ക് ചിലത് കാണുമ്പം അതിനോട്ടൊരു അട്രാക്ഷൻ വരും. അപ്പൊ അവരിത് കൈ കുടഞ്ഞ് ഓടാൻ പോകുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, പിടിക്കും. അല്ലേ? എത്ര ശ്രദ്ധിച്ചാലും സൂക്ഷിച്ചാലും മാതാവിന്റെയും പിതാവിന്റെയും കയ്യിൽ നിന്ന് കുഞ്ഞെന്ത് ചെയ്യും, വഴുതിപ്പോകും. പക്ഷേ ഇതേ അവസ്ഥ ഒരു ആത്മീയ ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും സംഭവിക്കാം. ചിലത് കാണുമ്പം കർത്താവിനോട് കൂടെ നടന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, മറന്നുപോകും. എന്നിട്ട് പെട്ടെന്ന് നമ്മൾ ആ കരം വിട്ടിട്ട് നമ്മളങ്ങ് ഓടും. പിന്നെ അങ്ങ് വി ആർ ലോസ്റ്റ്. നമ്മൾ പിന്നെ എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു. അപ്പോഴും ദൈവം ഇങ്ങനെ നോക്കി നിൽക്കുക, ഹി വിൽ കം ബാക്ക്. അവൻ മടങ്ങി വരും, അവൻ മടങ്ങി വരും.
യെസ് ഹി വിൽ കം ബാക്ക്. കാര്യം ഇവനെ കൈപിടിച്ച് അവിടം മുതൽ ഇവിടം വരെ നടത്തിയത് ഞാനാണെങ്കിൽ എനിക്ക് അവന്റെ പ്രകൃതി അറിയാം. ഹി വിൽ കം ബാക്ക്. സംതിങ് ഹി saw and he went. അങ്ങനെ അവൻ പോയത് കൊണ്ടാണ് he will come back. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, നീ കരം പിടിച്ചാണ് ഒരു കാലത്ത് നടന്നതെങ്കിൽ, ഒരു കാലത്ത് ആ കരം നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടെങ്കിൽ, നീ മാറിപ്പോയെങ്കിൽ, ഇന്ന് പകൽ ഈ ദൈവത്തിന്റെ ദൃഷ്ടി അവന്റെ മേലുണ്ട്. മടങ്ങി വരുവോളം അവന്റെ മേലുണ്ട്. അതുകൊണ്ടാ തകർന്നു പോകാതെ നിൽക്കുന്നത്. ശരിയല്ലേ? ഒരു കുഞ്ഞ് കൈവിട്ടു പോയാലും, കയ്യിൽ നിന്ന് പോയാലും പിതാവും മാതാവും എന്നാ പോയാ പോട്ടെ എന്നും പറഞ്ഞ് നിൽക്കത്തില്ല. ആ കുഞ്ഞിനെ അവൻ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, അവന്റെ പുറകിൽ അവനെ വലിയ കൺട്രോളിംഗ് ഒന്നും കൊടുത്തില്ലേലും അവന്റെ പുറകിലും തീയും ആളുണ്ട്. ഈ പറഞ്ഞതുമാതിരി ദൈവത്തിൽ നിന്ന് അകന്നു പോകാനുള്ള സാഹചര്യം നിന്റെ ജീവിതത്തിൽ വന്നാൽ, അത് ലോകപരമായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, ബട്ട് ഗോഡ് ഈസ് സീയിങ് യു. ദൈവം നിന്നെ കാണുന്നുണ്ട്, നിന്റെ അവസ്ഥകൾ അറിയുന്നുണ്ട്, നിന്നെ അവിടുന്ന് മടക്കി കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ തീരുമാനമെടുക്കേണ്ടത് വ്യക്തി ജീവിതങ്ങളാണ്, വ്യക്തി ജീവിതങ്ങൾ. അല്ലാതെ കർത്താവിന് അതിനകത്ത് വേറൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ആ ബുദ്ധിയും ബോധവും വിവേകവും ഒക്കെ തന്നിരിക്കുന്നു. കം ബാക്ക്. മുടിയനായ പുത്രൻ ഭവനത്തിൽ നിന്ന് വേണ്ടതെല്ലാം വാങ്ങിച്ച് ഓടിപ്പോയി, ദൂരദേശത്തേക്ക് ഓടിപ്പോയി. അവൻ ആവശ്യത്തിൽ കൂടുതൽ കഷ്ടപ്പാട് അവിടെ അനുഭവിച്ചു. അപ്പോഴാണ് അവൻ ചിന്തിച്ചത്, അയ്യോ, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എന്ത് സുഖമായിരുന്നു, എന്ത് സന്തോഷമായിരുന്നു, എനിക്കൊന്നും മടങ്ങിപ്പോകണം. അവനങ്ങനെ മടങ്ങിപ്പോകാൻ താല്പര്യപ്പെട്ടപ്പോൾ അവൻ പിന്നെ അവിടെ നിന്ന് നിൽക്കാൻ ശ്രമിച്ചില്ല, ആ സ്ഥലം വിട്ടു. എന്ന് പറഞ്ഞതുപോലെ നീ ഏത് സ്ഥലത്തേക്ക് നീ ഏത് സ്ഥലത്തേക്ക് ഓടിപ്പോയോ, ആ സ്ഥലം നിനക്ക് ദോഷത്തിന്റെ മേളിൽ ദോഷം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യു ഹാവ് ടു കം ബാക്ക്. നീ വൺസ് റിയലൈസ് ചെയ്യണം, ഐ ആം റോങ്, ഞാൻ തെറ്റായി പോയി, ഞാൻ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്നു എന്നൊരു തീരുമാനം നീ എടുക്കുന്ന സമയം നിനക്ക് വേണ്ടി അപ്പൻ ഇവിടെ കാത്തിരിക്കുക. തടിപ്പിച്ച കാളയായി, നിനക്ക് വേണ്ടുന്ന നല്ല വസ്ത്രമായി, നിനക്കൊരു പൊന്മോതിരമായി എന്റെ അപ്പൻ ഇവിടെ കാത്തിരിക്കുക. അങ്ങനെ ഒരു ദൈവത്തെയാ ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. ഇതിനാ ചുമ്മാ ദൈവദാസന്മാരെന്ന നിലയ്ക്ക് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വാക്ക് വിത്ത് ഗോഡ്. പോയെങ്കിൽ മടങ്ങി വാ. ഇന്ന് ആട് നഷ്ടപ്പെട്ടു പോകുന്നത് കണ്ട് ആട്ടിടയൻ താടി കൈം വെച്ച് കൊടുത്ത് ഇരിക്കാനേ പറ്റുള്ളൂ. കാര്യം വടിയെടുക്കാൻ പറ്റത്തില്ല, സംസാരിക്കാൻ പറ്റത്തില്ല, ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. അമേരിക്കൻ സിസ്റ്റമായി, ഗൾഫ് സിസ്റ്റമായി. എന്താണെന്നറിയാവോ? കുഞ്ഞുങ്ങളെ ശിക്ഷിക്കാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചാൽ അകത്ത് പോവും. ആര്? മാതാപിതാക്കൾ. സൃഷ്ടിച്ച മാതാപിതാക്കൾ ആര് പോവും? അകത്ത് പോവും. അതുകൊണ്ട് പിള്ളേരെ അടിക്കാനോ ഒഴിക്കാനോ പറ്റത്തില്ല, പറയാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് പാരന്റ്സ് അകത്ത് പോവും. എന്നാൽ സിസ്റ്റമൊക്കെ അങ്ങനെ എന്താ പറയുന്നത്, US-ലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ സ്വർഗത്തിന്റെ ഒരു സിസ്റ്റമുണ്ട്. പോയ വഴിക്ക് വിടുകയല്ല, നിന്നെ നോക്കിയിരിക്കും. കാര്യം വൺസ് ചൂണ്ടയിട്ടതാ, നിന്നെ പിടിച്ചതാണെങ്കിൽ ചൂണ്ടയുടെ അറ്റം ഇവിടെ ആണെന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. വൺസ് ദൈവം ഒരു വലിച്ചാൽ നീ ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്ന് വീഴും. ഹല്ലേലൂയ. ഇതിനെല്ലാത്തിനും ഉദാഹരണം പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് മാത്രമേ സമയം കിട്ടത്തുള്ളൂ. ഇനി മീനിനെ നമ്മൾ ചൂണ്ടയിട്ട് പിടിച്ചെന്ന് വിചാരിക്കുക. മീൻ പിടിച്ചവർക്കും മീൻ പിടുത്തം കണ്ടവർക്കും ഒക്കെ അറിയാം. ചൂണ്ടയുടെ അറ്റം ഇങ്ങനെ ഇരിക്കുമെങ്കിലും ഇതിന്റെ അറ്റത്തുനിന്ന് അങ്ങോട്ട് പോകുന്നൊരു സാധനമുണ്ട്. അതൊരു മാതിരി ട്വൈൻ പോലെ ഒരു സാധനമാണ്. അത് ഒരു ട്രാൻസ്പെറന്റ് ആണ്, പക്ഷെ ഭയങ്കര ബലമാണ്. അത് ഏത് മീൻ കടിച്ചാലും എന്ത് ചെയ്യത്തില്ല, പൊട്ടത്തില്ല. അതിന്റെ അറ്റത്തൊരു കൊളുത്തുണ്ട്. എന്നിട്ട് അപ്പൊ ഈ സാധനമാണ് എന്ത് ചെയ്തത്, കൊളുത്തിൽ ഇട്ടിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതിങ്ങനെ ഞാനിങ്ങനെ ഇരിക്കുക, പിടിക്കൂ ഇല്ലയോ നോക്കാം. സംഭവം ചൂണ്ടയുടെ അറ്റത്തെ കൊളുത്തിലെ അതിന്റെ ഭക്ഷണത്തിൽ സംഭവം എന്ത് ചെയ്തു, മീൻ വന്ന് കണക്റ്റായി, മീൻ അവിടെ ലോക്കായി. ഇപ്പോഴും മീനിന്റെ ചിന്ത, ഈ കിട്ടിയ ഇച്ചിരി അറ്റത്ത് കിട്ടിയ ഈ സാധനമാ, ഞാൻ വലിയ ആളായി, ഞാൻ വലിയ സംഭവം പിടിച്ചെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ വെള്ളത്തിൽ കിടന്ന് ഓടുന്നത്, അല്ലേ? ആണോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? യെസ്. അപ്പൊ മീനിന്റെ ചിന്ത ഏതാണ്ട് വലുത് കിട്ടിയെന്നും പറഞ്ഞാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മീൻ അറിയുന്നില്ല ഓൾറെഡി ലോക്ക്ഡ് ആയെന്ന്.
മനസ്സിലായില്ല? ഇപ്പോഴും മീൻ കടന്ന് കളിക്കുക. അപ്പോഴും ഈ മീൻ പിടിക്കാനിരിക്കുന്നവൻ ഇങ്ങനെ ചിന്തിച്ചു, പെട്ടു ഇല്ലേ? ഇനി എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇങ്ങോട്ട് വലിക്കും. ഇപ്പോഴേ വലിക്കണ്ട, കാര്യം ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോകുന്നു. അതുകൊണ്ട് ഇപ്പോഴേ വലിച്ച് കരക്കിട്ടാൽ ശരിയാകത്തില്ല. ഫ്രഷ് ആയിട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ചുകൂടെ നീ ഒന്ന് വിലസട, കുറച്ചുകൂടെ നീ അതിനകത്ത് കിടന്ന് ആട്. അപ്പൊ ആടിക്കൊണ്ടിരിക്കുമ്പോൾ മീൻ ഇങ്ങനെ മേലോട്ട് നോക്കുമ്പോൾ ഈ ട്വൈൻ എന്ത് ചെയ്യുന്നില്ല? മീൻ കാണുന്നില്ല, ഈ വള്ളി മീൻ കാണുന്നില്ല. അപ്പൊ മീൻ വിചാരിക്കുന്നത് ഞാൻ ഇപ്പോഴും സ്വാതന്ത്ര്യത്തോട് ഓടുക. പക്ഷെ ട്വൈൻ ഇട്ടവൻ അറിയാം, യു ആർ ലോക്ക്ഡ്. വല്ലതും മനസ്സിലായോ? എൻ്റെ കുടുംബത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ, നമുക്ക് പ്രിയപ്പെട്ടവർ ഇങ്ങനെ കുറെ എണ്ണം വെള്ളത്തിൽ കിടന്ന് ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ലാവിഷായിട്ട് നീന്തുന്നുണ്ട്. ഓർത്തോണം, പിടിമുറുക്കിയിരിക്കുന്നത് പിടി ആരുടെ കയ്യിലാണെന്നറിയാവോ? എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലാ. ഇന്ന് പകലിൽ നീ ദൈവത്തോടു കൂടെ നടന്നാൽ ഇങ്ങനെയുള്ളതിനെ എല്ലാം കർത്താവ് ഇങ്ങോട്ട് കരക്കടിപ്പിക്കും. ഹല്ലേലൂയ! കരക്കടിപ്പിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തിനായി കാത്തിരിക്കുന്നവർക്കായി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ആ ദൈവദാസൻ പറഞ്ഞ പ്രസംഗത്തിനാലെ കണ്ടുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തെ കരമടിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്ത, കരമടിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്ത. പിശാചേ, നിന്റെ തന്ത്രങ്ങൾക്ക് ഇനിയും ഇവിടെ സ്ഥാനമില്ല. ഇന്ന് പകലിൽ അന്ധകാരത്തിന്റെ പോരുകൾ, ദുഷ്ടാത്മ ശക്തികൾ, ഹൃദയത്തിന്റെ വ്യാപാര ചിന്തകൾ ഇന്ന് പകലിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഉടഞ്ഞു മാറട്ടെ. ദൈവപ്രവൃത്തി ദൈവം അയക്കാൻ തുടങ്ങിയാൽ അത് തടയുവാൻ ആർക്ക് കഴിയും? ദൈവത്തിന്റെ വചനം അങ്ങനെ പറയുന്നു. അതുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുന്നു. അതിനേക്കാൾ എല്ലാം ഉപരിയായി കർത്താവിന്റെ ദാസൻ സുരേഷ് നേരത്തെ നമ്മുടെ കൂടെ ദൈവത്തെ ആരാധിച്ചതാണ്, ആരാധിക്കാൻ വന്നതാണ്. ചില പ്രത്യേക സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് ശാരീരിക ക്ഷീണങ്ങൾ കൊണ്ടൊക്കെ മാറി നിൽക്കേണ്ട സാഹചര്യം വന്നു. കഴിഞ്ഞ ദിവസവും അദ്ദേഹവും കഴിഞ്ഞ വെള്ളിയാഴ്ച ഫാസ്റ്റിംഗ് പ്രയറിന്റെ ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഐ വോണ്ട് ടു ജോയിൻ വിത്ത് യു. എനിക്ക് നിങ്ങളോട് കൂടെ നിൽക്കണം ആഗ്രഹം. ഇതൊന്നും ഞാൻ അവരെ ഇൻവിറ്റേഷൻ ഒന്നും ഇട്ടതൊന്നുമല്ല. പക്ഷെ ദൈവം അതൊക്കെ എന്ത് ചെയ്യുന്നു? മടക്കി കൊടുക്കുന്നു. അപ്പൊ ചിന്ത ഇത്രയേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ കർത്താവ് ഒരു സൈന്യത്തെ ഒരുക്കുക. ഒരു സൈന്യത്തെ, ഒരു ബറ്റാലിയനെ ഒരുക്കുമ്പോൾ അതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരുണ്ട്, ശാരീരികക്ഷമതയുള്ളവരുണ്ട്, കായികക്ഷമതയുള്ളവരുണ്ട്, എല്ലാ രീതിയിലുമുള്ള ആളുകളുണ്ട്. അവരെല്ലാവരും കൂടി യോജിപ്പിച്ച് നിർത്തി ദൈവത്തിന് ചില പദ്ധതികൾ ദേശത്ത് ചെയ്യാറുണ്ട്. അത് ദൈവമാണ് തീരുമാനിച്ചതെങ്കിൽ ദൈവം എന്ത് ചെയ്യും? ചെയ്തിരിക്കും. അല്ലേ സുരേഷ് പാസ്റ്റർ? ദൈവമാണ് പരിപാടി പ്ലാൻ ചെയ്തതെങ്കിൽ he will do it. Definitely he will do it. There won't be any change. 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 പറഞ്ഞു, ഇന്ന് പകലിൽ ദൈവത്തിന്റെ പദ്ധതിക്ക് വിരോധമായി നിൽക്കുന്നവരെ ദൈവം മാറ്റി നിർത്തിയിട്ട് ദൈവത്തിന്റെ പദ്ധതിക്ക് താല്പര്യമുള്ളവരെ ദൈവം ചെയ്യും, യാഗത്തോട്ട് കയറ്റും. ഇന്ന് പകലിൽ ദൈവത്തിന്റെ പ്രവൃത്തി വലിയതാ, ദൈവത്തിന്റെ പ്രവൃത്തി വലിയതാ. ഈ ദൈവത്തെ ഞാൻ സേവിക്കുന്നതാണ്. ഇത് ദൈവം എൻ്റെ കൺമുമ്പിൽ കാണിക്കുമ്പം ഞാൻ ദൈവത്തെ ആരാധിച്ച് ഇനി എൻ്റെ ഏതൊക്കെ രീതിയിൽ ആരാധിക്കാവോ ആ രീതിയിലൊക്കെ ഞാൻ ദൈവത്തെ ആരാധിക്കും. അതുകൊണ്ട് നമുക്ക് നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ വിളി കേട്ടിറങ്ങിയവർ എന്ത് ചെയ്യണം? ഒരു മനസ്സുള്ളവരായിരിക്കണം, ഏക മനസ്സുള്ളവരായിരിക്കണം. ഇവിടെ ഇരിക്കുന്ന ഇനിയും ഷാജി ആൻറ്റിയുണ്ട്, നമ്മുടെ ഗോപി ബ്രദറുണ്ട്, കല സിസ്റ്ററുണ്ട്, ഇവിടെ ഇരിക്കുന്ന കലാമണി സിസ്റ്ററുണ്ട്. നിങ്ങളാരും ഭാരപ്പെടണ്ട. നിങ്ങളും ഭാരപ്പെടുന്ന ചില വിഷയങ്ങൾ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. പിന്നെ അതിനേക്കാൾ ഞാൻ ഇനി അറിയാത്ത ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ നമ്മൾ കേട്ടതുപോലെ വാക്ക് വിത്ത് ഗോഡ്, ദൈവത്തോട് കൂടെ നടക്കുക. ദൈവം കൂടെ ചേർത്തേണ്ടതിനെല്ലാം കർത്താവ് എന്ത് ചെയ്യും? ഈ ദിവസങ്ങളിൽ കൂടെ ചേർത്തും. നമ്മൾ ഭാരപ്പെടേണ്ടതേ, നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ? പറഞ്ഞതനുസരിച്ച് മനസ്സോടുകൂടെ ദൈവത്തിന്റെ കൂടെ നടന്നാൽ മതി. മറ്റതിനേക്കാളെല്ലാം ഉപരിയായി ദൈവത്തോട് കൂടെ നടക്കാൻ നാം താല്പര്യപ്പെട്ടാൽ ദൈവം നമ്മളെ നടത്തുവാൻ വിശ്വസ്തനാണ്. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അല്ലേ? മലയാളം അറിയുമെന്ന് ചോദിച്ചു, മലയാളം അറിയാമെന്ന് പറഞ്ഞു. പക്ഷേ തമിഴിൽ വായിച്ചു. അത് മറ്റേ സാക്ഷ്യം പറഞ്ഞപ്പോഴും തമിഴ് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സംശയത്തിൽ ചോദിച്ചത്. ഓക്കെ. ഈ ദിവസങ്ങളിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മുടെ വഴിയോരങ്ങളിൽ
ഈ ചായക്കടകൾ, തട്ടുകടകൾ ഒക്കെ ഉണ്ട്. അതെല്ലാം ടെമ്പററി ഷെഡാണ്. പക്ഷെ നല്ല തിരക്കുള്ള സ്ഥലങ്ങളുമാണ്. ടെമ്പററി ആണെങ്കിൽ തിരക്കുള്ള സ്ഥലം. അങ്ങനെയുള്ള ചിലതിനകത്ത് ഞാൻ കയറിയിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാനും കയറിയിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ നമ്മളിവിടെ ഇരുന്നാൽ മേളിലോട്ട് നോക്കിയാൽ അവിടെ മുഴുവൻ ഈ മാറാലയും ഓല പൊളിഞ്ഞതും ഷീറ്റ് മാറിയതും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ യാത്ര ചെയ്തപ്പോൾ പല സ്ഥലങ്ങളും ഇതിന്റെ ടോപ്പ് പൊളിച്ചിട്ടിരിക്കുന്നു, റൂഫ് എന്ത് ചെയ്തിരിക്കുന്നു, പൊളിച്ചിട്ടിരിക്കുന്നു. അടുത്ത ദിവസം അതിലേ പോകുമ്പോൾ കാണുന്നത് പുതിയ ഓല കൊണ്ടിറക്കിയിരിക്കുന്നു, പുതിയ ടാർപ്പായി കൊണ്ടുവച്ചിരിക്കുന്നു. 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പം അതെല്ലാം മെടഞ്ഞ് നല്ല അടിപൊളിയായി ഫ്രഷ് ആയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, വെച്ച് പുതിയതുപോലെ ആക്കിയിരിക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, ഇവന്മാരെല്ലാം കൂടെ എന്തിനാണ് ഒരുമിച്ച് ഇത് എന്ത് ചെയ്തത്? പോകുന്ന വഴിക്ക് എല്ലാവന്മാർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോഴാ ചിന്തിച്ചത്, മഴ വരികയല്ലേ, മഴക്കാലം വരുന്നതിന് മുമ്പ് എന്ത് ചെയ്ത ശരിയാക്കിയത്. അപ്പൊ ഞാൻ പെട്ടെന്ന് പഴയ കാര്യം എൻ്റെ ചെറുപ്പത്തിലേക്കൊന്ന് ഓടിച്ചു. ഞങ്ങളുടെ വീട് ഇങ്ങനെ മേൽക്കൂര പൊളിച്ചൊന്നുമില്ല, പക്ഷെ ഞങ്ങളുടെ അപ്പുറമൊക്കെ താമസിക്കുന്നവർ ഈ പണിയൊക്കെ പണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഓലയൊക്കെ മാറ്റി ഓല മെടഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത ഓർമ്മകൾ എൻ്റെ ഉള്ളിലേക്ക് വന്നു. അപ്പോഴും എൻ്റെ ഉള്ളിലൊരു ചിന്ത, ഓ മഴ വരുന്നതിനാണ് ഇവർ ഇത്രയും വൃത്തിയാക്കിയത്. ഇനിയിപ്പോൾ അതിനകത്ത് കയറിയിരുന്നാൽ ഒരു ഫ്രഷ് ഫീലിംഗ് ആണ്. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? ഫ്രഷ് ഫീലിംഗ് ആണ്. ഞാനിപ്പോൾ ഓലയുടെ കാര്യം ടാർപ്പായുടെ കാര്യമൊക്കെ പറയുമ്പോൾ ഇപ്പം എവിടെ ഓല, ഇപ്പം എവിടെ ടാർപ്പായി നിങ്ങൾ ചിന്തിക്കും. ഇനി നിങ്ങളുടെ വീട്ടിലേക്കൊന്ന് പോകും, വീടെല്ലാം ആകെ അലമ്പായിട്ട് കിടക്കുക, പെയിന്റൊക്കെ മുഷിഞ്ഞ് നാശമായി, കൈ പിടിച്ച പാടും കാല് പിടിച്ച പാടും ഒക്കെ ആയിട്ട് നിൽക്കുക. അപ്പൊ ഒരു സാഹചര്യം കിട്ടി പെയിന്റ് അടിക്കാൻ. പെയിന്റ് അടിച്ചപ്പോൾ ഇപ്പം എല്ലാം ഫ്രഷാണ്. അതിനകത്തൊന്ന് കയറാൻ തോന്നും, ഒന്ന് 10 മിനിറ്റ് ഇരിക്കാൻ തോന്നും, അല്ലേ? വല്ലതും മനസ്സിലായി ഞാൻ പറഞ്ഞത്? അതുപോലെ നമ്മളെയും ഈ ദിവസങ്ങളൊന്ന് ഫ്രഷ് ആക്കണം, നമ്മളെ ഒന്ന് ഫ്രഷ് ആക്കണം. ഇല്ലാത്തടത്തോളം കാലം കരിയും പുകയും പാടുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇരിക്കും. അതിനല്ല ദൈവം നമ്മളെ വിളിച്ചത് റിന്യൂ അവർ മൈൻഡ്. നമ്മുടെ മനസ്സിനെ ഒന്ന് പുതുക്കണം. റിന്യൂ അവർ മൈൻഡ്. റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം നമുക്ക് വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്. റോമൻസ് ചാപ്റ്റർ 12 വേഴ്സസ് 2. റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. വിജേഷ് അവിടെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തേ. റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. ആ വാക്യം ഇങ്ങനെയാ പറയുന്നത്: ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് നിങ്ങൾ മനസ്സ് പുതുക്കി എന്ത് ചെയ്യണം? രൂപാന്തരപ്പെടുകയും. അത് തന്നെയല്ലേ വാക്യം, അല്ലേ? ആർക്കും ഒരു ഉറപ്പില്ലാത്ത പോലെ കിട്ടിയെങ്കിൽ ഉറപ്പിച്ച് വായിച്ചേ. എല്ലാവരും ചേർന്ന് ഉറക്കെ വായിച്ച റോമാലേഖനം റോമൻ ചാപ്റ്റർ 12 വേഴ്സസ് 2. റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം. എല്ലാവരും ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഹിന്ദിയിലോ ഏത് ഭാഷയിലാണെങ്കിലും ചേർന്ന് ഉറക്കെ വായിച്ചേ. ഈ ലോകത്തിന് പോരാ, ഇതൊന്നും അല്ല ശബ്ദം. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. മനസ്സിലായോ? അപ്പം ദൈവത്തിന് അറിയാം ഞാനും നിങ്ങളും ഈ ഭൂമിയിലാ ജീവിക്കുന്നത്, അല്ലേ? അപ്പൊ എന്നോടും നിങ്ങളോടുള്ള ആദ്യത്തെ കാര്യം, ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നീ ഈ ലോകത്തിന് എന്ത് ചെയ്യരുത്? അടിമയാകരുത്. അടിമപ്പെടുത്തുവാൻ, നമ്മെ കീഴ്പ്പെടുത്തുവാൻ, നമ്മെ മലത്തിയടിക്കാൻ, അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ലോക്ക് ചെയ്യുവാൻ നമുക്ക് ഈ ലോകത്തിന് കഴിയുമ്പോൾ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്, നിങ്ങൾ ലോകത്തിന് അനുരൂപരാകരുത്. എത്ര പേർക്ക് സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം പറയുവാൻ കഴിയും?
ലോകം ഡാൻസ് കളിച്ചോട്ടെ, ലോകം നൃത്തം ചവിട്ടിക്കോട്ടെ, ലോകം എന്തും ചെയ്തോട്ടെ, പക്ഷെ ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം നീ അതിന്റെ കൂട്ടത്തിൽ അനുരൂപരാകരുത്. ഈ തീരുമാനമെടുക്കേണ്ടത് ഞാനാണ്, നിങ്ങളാണ്. എന്നാലും നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ടാസ്ക് വലിയതാണ്. ദൈവം such an interesting, such a wonderful world. എവിടെ തിരിഞ്ഞാലും കളർഫുൾ കാര്യങ്ങൾ, എവിടെ തിരിഞ്ഞാലും ആസ്വദിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, എവിടെ തിരിഞ്ഞാലും സന്തോഷമാണെന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങൾ നടക്കുന്ന ഈ ലോകത്ത് ദൈവം പറയുക, നിന്നെ ഞാൻ ഈ ലോകത്ത് വിട്ടിട്ടുണ്ട്, പക്ഷേ നീ ഈ ലോകത്തോട് അനുരൂപപ്പെടരുത്. അപ്പൊ ഒന്ന് ചിന്തിച്ചേ, ഹൗ മച്ച് കെയർഫുൾ വി ഹാവ് ടു ബി. നമ്മൾ എത്രമാത്രം കെയർഫുൾ ആയിരിക്കണം. അങ്ങോട്ട് ചെന്നാൽ വഴുതി വലിച്ചോണ്ട് പോകാൻ പറ്റുന്ന സാഹചര്യം അവിടെ ഉണ്ട്. ഇങ്ങോട്ട് തിരിഞ്ഞാൽ വലിച്ചോണ്ട് പോകും, മുമ്പോട്ട് ചെന്നാൽ കുഴിക്കാത്ത വീഴും. ഈ സാഹചര്യത്തിൽ ഞാനും നിങ്ങളും എത്ര ശ്രദ്ധിച്ചു വേണം ചുവടുകൾ വെക്കാൻ. അവിടെയാ ദൈവം പറഞ്ഞേ, ഞാൻ നിന്നെ കരം പിടിച്ചു വഴി നടത്തും. അവിടെ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അനാഥനായിട്ട് ഈ സാഹചര്യത്തിൽ വിടുകയില്ല. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടിനെ പോലെ ഞാൻ എന്നെ നടത്തും. ഒന്ന് ചിന്തിച്ചേ, ഒന്ന് ഓർത്തേ, ഇത്രയും വലിയ സാഹചര്യത്തിന് നടുവിൽ ഞാനും നിങ്ങൾ തന്നെയാണെന്നാണ് ചിന്തിച്ചേ? നോ, എന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവരെക്കാൾ വലിയവനാണെങ്കിൽ അവന്റെ കരം ഞാൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ, അവന്റെ കരം എന്നെ അന്ത്യം വരെ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അക്കരെ നാട്ടിൽ ഞാൻ ചെല്ലുന്നത് വരെ എന്റെ കരം പിടിക്കുവാൻ ദൈവം വിശ്വസ്തനാ. അതുകൊണ്ട് കർത്താവിന്റെ ദാസൻ പറഞ്ഞ ആ വചനത്തിന് മുമ്പിൽ തന്നെ ഞാൻ പറയുക, വാക്ക് വിത്ത് ഗോഡ്. അങ്ങനെ ദൈവമായിട്ട് യാത്ര ചെയ്യാൻ നീ തയ്യാറായാൽ നീ ഈ ലോകത്തിന് നീ അനുരൂപനാകത്തേയില്ല. ദൈവകൃപയാൽ വ്യാഴം, വെള്ളി, ശനി, ഞായർ, ആഴ്ചയിൽ 4 ദിവസം നമുക്ക് യോഗമുണ്ട്, ഇല്ലേ? ഇല്ലേ? പുതിയതായിട്ട് വന്നവർക്ക് അറിയത്തില്ലായിരിക്കും. We have 4 meetings every week. Thursday, Friday, Saturday and Sunday. സൺഡേ ഇന്ന് നമ്മൾ ചാർജ് ചെയ്ത് പോയെന്ന് വിചാരിച്ചു. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ഫ്യൂസ് ആയെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ചാർജ് ഡിസ്ചാർജ് ആയെന്ന് വിചാരിച്ചു. There is an option for on Thursday to recharge. മനസ്സിലായോ? ഇനിയും വ്യാഴാഴ്ച വന്നില്ലെങ്കിൽ there is a chance again next day, Friday. ഇനി അതിനും പറ്റിയില്ലെങ്കിൽ, തീർത്തും പഞ്ചറാണെങ്കിൽ സാറ്റർഡേ. ഒന്ന് ചിന്തിച്ചേ, നമ്മളെല്ലാം ഫുൾ എയറിലും നടക്കുന്ന ആൾക്കാരൊന്നുമല്ല. കാറ്റ് തീരും, കാറ്റ് പോകും, പഞ്ചറായില്ലെന്നേ ഉള്ളൂ. സ്തോത്രം. പറഞ്ഞു കേട്ടോ, ദിവസവും സാഹചര്യങ്ങളും മാസങ്ങളും സമയങ്ങളും ഒക്കെ ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ we have to renew. ദൈവം അതാ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ലോകപ്രകാരമുള്ള ജീവിതം നയിക്കുന്ന ഞാനും നിങ്ങളുമാണെന്ന് ചിന്തിച്ചോ. ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന ദൈവവചനം കേൾക്കുമ്പോൾ again നമ്മൾ we are back to God. We are walking with God. 3 ദിവസത്തെ ഗ്യാപ്പിൽ വ്യാഴാഴ്ച ദൈവസന്നിധിയിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിന് വചനം കേട്ട് ഒന്ന് ചാർജ് ചെയ്യാൻ പറ്റിയാൽ again we are on the track. നമ്മൾ ദൈവത്തോട് കൂടെ നടക്കുക. അത് ഫ്രൈഡേ കണ്ടിന്യൂ ചെയ്ത്, സാറ്റർഡേ കണ്ടിന്യൂ ചെയ്ത്, സൺഡേ കണ്ടിന്യൂ ചെയ്താൽ ഒരു ഫുൾ എനർജിയാണ്. ഈ എനർജിയെ തകർക്കുവാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇല്ലാത്തവൻ പഞ്ചറാകും, ഇല്ലാത്തവൻ പഞ്ചറാകും, ഒരു സംശയം വേണ്ട, ഇല്ലാത്തവൻ പഞ്ചറാകും. ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത്. ഇനിയും 1 by 1 പോയിന്റ് ടു പോയിന്റ് ഞാനിത് എന്താണ് ലോകം, എന്താണ് അനുരൂപം, എന്തിനൊക്കെ നിങ്ങൾ അടിമപ്പെടും, ഇതൊന്നും ഞാൻ പറയുന്നില്ല. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഏതിനൊക്കെ ഇപ്പൊ അനുരൂപരായിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് 100% അറിയാവുന്നതാണ്. ഇതൊക്കെ പറഞ്ഞ ആകെ വഷളാക്കേണ്ട കാര്യമില്ല. പറയുന്നു, ലോകത്തിന് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകാതെ പിന്നെ എന്ത് ചെയ്യണം?
പിന്നെന്ത് ചെയ്യണം? നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. എന്തൊക്കെ വേണം? നന്മ, പ്രസാദം, പൂർണ്ണതയുള്ള ദൈവഹിതം. ഈ ദൈവഹിതം എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. ഗോഡ്സ് പ്ലാൻ, ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി. ഈ പദ്ധതി എന്താണെന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം. ഞാൻ എപ്പോഴും ഉദാഹരണം പറയുന്നത് പോലെ, വണ്ടിയിൽ കയറി, പക്ഷെ ഇത് എങ്ങോട്ട് പോകുന്ന വണ്ടിയാന്ന് നമുക്ക് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, അറിഞ്ഞിട്ടില്ല. KSRTC സ്റ്റാൻഡിൽ ചെന്ന് വണ്ടികൾ ഇഷ്ടം പോലെ കിടപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഒരു നല്ല വണ്ടി കയറി. പക്ഷെ നീ പോകേണ്ട സ്ഥലത്തേക്കുള്ള വണ്ടിയിലല്ല കയറിയിരിക്കുന്നത്. നീ പോകേണ്ട സ്ഥലത്തേക്കുള്ള വണ്ടിയിലാണെങ്കിൽ നീ ഒന്ന് നോക്കണമായിരുന്നു, ഏത് ഭാഗത്തേക്ക് പോകുന്ന വണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്നെ അവിടെ ഇറക്കി വിടുമോ? ഇറക്കാൻ പറ്റുന്ന സ്ഥലത്തേക്ക് പോകുന്ന വണ്ടിയാണോ? അല്ലേ? ഇനി എത്ര വലിയ പരിചയക്കാരനാണേലും ഒന്ന് ചോദിക്കും അടുത്തുള്ളവരടുത്ത്, എങ്ങോട്ട് പോകുന്നതാണ്? ഇതൊന്നുമില്ല, നമ്മൾ ചാടിക്കറി എന്തിരിക്കുകയാണ്, ഇരിക്കുക. ടിക്കറ്റും എടുത്തിട്ടില്ലെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അല്ലെ ടിക്കറ്റ് എടുക്കാൻ വരുമ്പോഴേലും ചോദിക്കുമല്ലോ, ഇതെവിടെ പോവാ. അപ്പൊ നമ്മുടെ യാത്ര ഒക്കെ ശരിയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ വണ്ടി മാറി കയറിയെങ്കിൽ ഇന്ന് വണ്ടി കറക്റ്റ് ചെയ്യുവാനുള്ള സമയമാണ്. മനസ്സിലായ? വണ്ടിയൊക്കെ സെയിം 6 ചക്രത്തിൽ ഓടുന്നതാണെന്നും സീറ്റുണ്ടെന്നും ജനലുണ്ടെന്നും ഡോറുണ്ടെന്നും ഒക്കെ അറിഞ്ഞിട്ട് എല്ലാ വണ്ടിയിലും കയറാൻ പറ്റുമോ? അത്തിക്കോടുന്ന പാലക്കാട് ഒക്കെ വരുന്ന ഭാഗത്ത് നിന്നാലേ പാലക്കാട് വണ്ടി കയറാൻ പറ്റും. ഓപ്പോസിറ്റ് ഭാഗത്ത് നിന്ന വണ്ടി കയറി അവർ നേരെ പൊള്ളാച്ചി കൊണ്ടിറക്കി ഇല്ലേ? അപ്പൊ ഇതൊക്കെ നേരത്തെ ദേവദാസൻ ഓർമ്മിപ്പിച്ചോ പറഞ്ഞതൊക്കെ തിരഞ്ഞെടുപ്പുണ്ട്, ഇതൊക്കെ വിളിയുണ്ട്, തിരഞ്ഞെടുപ്പുണ്ട്. ഇതെല്ലാം ഉറപ്പാക്കണേ നല്ലൊരു മനസ്സ് വേണം. അതുകൊണ്ടാണ് പറഞ്ഞ മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടും. വീട്ടിൽ നിന്ന് ഇപ്പം കലാമണി സിസ്റ്റർ പറഞ്ഞു ചർച്ചിൽ പോകാന്ന് പറഞ്ഞ് തീരുമാനം എടുത്തിട്ട് വന്നു. എന്നിട്ട് പുള്ളിക്കാരി പാലക്കാട് ഭാഗത്തേക്ക് നിൽക്കാതെ കോഴിക്കോട് ഭാഗത്ത് പോയി നിന്നിട്ട് അതും ബസ്സല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കയറിയാൽ അപ്പൊ വീട്ടുകാരുടെ മുമ്പിൽ പുള്ളിക്കാരി പള്ളിയിൽ പോയിരിക്കുക. അപ്പൊ പുള്ളിക്കാരിക്ക് പള്ളിയിൽ പോകാൻ മനസ്സില്ല. ഞാൻ എവിടെയെങ്കിലും പോകും, ഞാൻ എന്തെങ്കിലും ചെയ്യും, വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് പോയാൽ എന്തായി? ഇങ്ങനെയാണ് നമ്മുടെ പലരുടെ ആത്മീയ ജീവിതം ഞാൻ പറഞ്ഞു വരുന്നത്. ശരിയല്ലേ? നിങ്ങൾ പോയി പരിശോധിക്കുക, എന്നെ കൊണ്ട് പരിശോധിപ്പിക്കാതെ നിങ്ങൾ പരിശോധിക്കുക. അപ്പം ഇറങ്ങി തിരിച്ച സ്ഥലത്ത് നീ ഒരു മനസ്സിലൊരു തീരുമാനമെടുത്ത് ഇറങ്ങി തിരിച്ചെങ്കിൽ അതിനനുസരിച്ചുള്ള നടപടികൾ അടുത്ത സ്റ്റെപ്പ് വെച്ച് വരണം. അല്ലേ? വീട്ടിൽ നിന്ന് മനസ്സ് വെച്ചു ഇന്ന് രാവിലെ പള്ളിയിൽ പോകണം, 9 മണിക്ക് അവിടെ ആരാധനയുണ്ട്, 8:45 എത്തണം. അതിനനുസരിച്ച് ഇറങ്ങി. വീട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് ബസ് സ്റ്റോപ്പിൽ വന്നു. ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് അങ്ങോട്ട് തന്നെ പോകുന്ന ബസ്സാണോന്ന് ഞാൻ അത് ഉറപ്പിച്ചു. അവിടോട്ട് കയറി ടിക്കറ്റ് എടുത്തു. അടുത്ത സ്ഥലത്ത് വന്നിറങ്ങി. അടുത്ത സ്ഥലത്ത് വന്ന് ഇന്നടുത്തേക്കാണ് വണ്ടിയാണെന്ന് ഓർത്തു. അത് തന്നെയാണ് കൺഫേം ആക്കി കയറി. അവിടുന്ന് കയറി അടുത്ത സ്ഥലം ഇത് ഡെസ്റ്റിനേഷൻ ഇത് വഴി തെറ്റാതെ ഇതിനകത്തോട്ട് കയറി വന്നു. കയറി വന്നപ്പോ കിട്ടിയ ഒരു സന്തോഷം. എന്ത് സന്തോഷം? ആരാധനയിൽ കിട്ടിയ ഒരു സന്തോഷം. ഇതുപോലെ നമ്മുടെ ആത്മീയ ജീവിതം ഒരിടത്തുനിന്ന് മനസ്സുറപ്പിച്ച് ഇറങ്ങി തിരിച്ചിട്ട് അവിടെ മുതല് നമ്മളിങ്ങനെ യാത്ര ചെയ്ത് മുടക്കങ്ങളൊന്നും വരാതെ യാത്ര ചെയ്ത് ചെന്ന് ദൈവസന്നിധിയിൽ എത്തുന്ന ഒരു സമയമുണ്ട്. ആ സമയം ഏറ്റവും സന്തോഷകരമായ സമയമാണ്. ഈ സമയത്ത് നമുക്ക് സന്തോഷിക്കാൻ വേണ്ടി നമ്മുടെ യാത്ര മുഴുവനും ദൈവം സൂക്ഷിച്ചു. വല്ലോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ഇവിടെ കിട്ടുന്ന ഈ സന്തോഷം അനുഭവിക്കാൻ വേണ്ടി നിങ്ങളുടെ ആ യാത്ര മുഴുവൻ എന്ത് ചെയ്തു? ദൈവം സൂക്ഷിച്ചു. ഒരു അപകടം സംഭവിച്ചായിരുന്നെങ്കിലോ, വണ്ടി പഞ്ചറായിരുന്നെങ്കിലോ,
അപ്പൊ ഇതൊക്കെ ദൈവം അവിടെ പ്രൊട്ടക്ട് ചെയ്തല്ലേ വന്നത്. ഇതുപോലെയാണ് വിശ്വാസത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരുവനെ അന്ത്യമോത്തോളം അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞ ദൈവം എത്തിക്കാൻ പറ്റുന്ന സ്ഥലത്ത് അവൻ നിങ്ങളെ കൊണ്ട് എത്തിക്കുന്നത് വരെ നിന്റെ ജീവിതത്തിൽ ഒരു വിഷയങ്ങളും വരാതെ ദൈവം സൂക്ഷിക്കുന്നതിന്റെ കാരണം നിന്നെ ദൈവത്തിന് ആവശ്യമാണ്. അപ്പൊ എന്നോടൊരു മറു ചോദ്യം, അപ്പൊ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതോ? ഇപ്പൊ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതോ? ഇപ്പൊ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് കല്ലടിക്കൂടെ എത്തിയപ്പോ ഡോറ് തുറന്നപ്പോ നീ ഇറങ്ങി വരുന്ന വഴിക്കുള്ള സ്ഥലമാണ് കല്ലടിക്കോട്. യു ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്. ഐ ക്യാൻ സീ ഇറ്റ് ഫ്രം യുവർ ഫേസ്. മണ്ണാർക്കാട് നിന്ന് പാലക്കാട്ടേക്ക് വരുന്ന ഇടയ്ക്കുള്ള സ്റ്റോപ്പാണ് കല്ലടിക്കോട്. കല്ലടിക്കോട് ബസ് നിർത്തി, ഡോറ് തുറന്നു. ഈ പുള്ളിക്കാരി ചാടി ഇറങ്ങി. അല്ലേ? അവിടെ എന്നെ ദൈവം പ്രൊട്ടക്ട് ചെയ്തില്ല എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ തീരുമാനിച്ചു ഉറപ്പിച്ച് മനസ്സ് ശരിയില്ല, അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് ഉറപ്പില്ല. വീട്ടിൽ നിന്ന് എന്തോ തീരുമാനിച്ചു വന്നേ അവിടെ വരെ പോകാൻ അല്ലേ? കല്ലടിക്കോട് എത്തിയപ്പോ എന്തോ ചാടാൻ പറ്റി. ഗ്യാസിന്റെ 2 കുറ്റി കൂടുതൽ കണ്ടോ? അവരെ തന്നെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അവര് ഗ്യാസിന്റെ ബിസിനസ്സാണ്. അപ്പൊ 10 കുറ്റി കൂടുതൽ അവിടെ ഇരിക്കുന്നുണ്ട്. എന്നാ പിന്നെ കുറ്റിയായി വലിയ കാര്യം എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയത് കൊണ്ട് എന്ത് സംഭവിച്ചു? നിങ്ങളുടെ മനസ്സ് പതറി. മനസ്സ് പതറിയപ്പോ നിങ്ങളുടെ കാര്യം പോയി. അവിടെ ഇറങ്ങിയപ്പോ ഞാനൊരു ഉദാഹരണത്തിന് ചിരിക്കാൻ വേണ്ടി പറയുകയാണ്. നിങ്ങൾ ചിരിച്ചാലും ശരി, കൊള്ളാൻ ചിരിച്ചില്ലല്ലോ. ഇവര് 10 കുറ്റി കണ്ടപ്പോഴത്തേക്കും ചാടി, ബസ്സിൽ നിന്ന് ചാടി, അവരുടെ പോകുന്ന വണ്ടിയും കളഞ്ഞ് അവർ അതിനകത്തുനിന്ന് ഇറങ്ങി. അവിടെ ചെന്നപ്പോ അതിന് വേറെ ഓണറുണ്ട് അവിടെ. അവൻ സപ്ലൈ ചെയ്യാനും കണ്ട് വന്നപ്പം അവന് ഒരു ചായ കുടിക്കാനും കണ്ട് നിർത്തിയത്, അല്ലാതെ ഇവർക്ക് വേണ്ടിയുള്ള സാധനമല്ല. ഇങ്ങനെയാണ് നമ്മളിൽ പലരുടെയും ഈ നന്മകൾ നഷ്ടപ്പെട്ട് അയ്യോ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അത് നിനക്കുള്ളതല്ലായിരുന്നല്ലോ. നീ ചാടിപ്പോയി പിടിച്ചതല്ലേ, നീ ചാടിപ്പോയി കണ്ടുപിടിക്കാൻ പോയതല്ലേ. That's why you lost it. അതുകൊണ്ടാണ് നിനക്ക് നഷ്ടപ്പെട്ടത്. വല്ലോ മനസ്സിലായോ? എന്നാൽ ഇവര് മര്യാദയ്ക്ക് കൈയും കെട്ടി അവിടെ ഇരുന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷനിൽ ചെന്നിറങ്ങി ഇവിടെ വന്നായിരുന്നെങ്കിൽ കിട്ടിയ ആ ഒരു സന്തോഷത്തിൽ പോകുന്ന വഴിക്ക് ചിലപ്പോൾ 10 കുറ്റി അവരത് കൊടുത്തുവിടും ഇല്ലേ? ഇത് വാങ്ങിക്കാം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത്. പോകുന്ന വഴിക്ക് കാണും, നന്മകളൊക്കെ കാണും, അതൊക്കെ അനുഭവിച്ചോട്ടെ. അവരൊക്കെ അനുഭവിക്കാൻ ലോകത്തിൽ വേറെ ആൾക്കാരുണ്ടെന്നേ, അവരനുഭവിക്കട്ടെ. നിനക്കുള്ളത് സ്വർഗം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുക. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവ് ഒരാഴ്ച കൂടെ എനിക്ക് തന്നു, ഒരു ദിവസം കൂടെ എനിക്ക് തന്നു. ഞാൻ എന്തൊക്കെ യാത്ര ചെയ്തു, ഞാൻ ഏതിലേക്ക് പോയി, ഞാൻ ഏതിലേക്ക് വന്നു, ഞാൻ എന്തൊക്കെ ചെയ്തു, അവിടെയൊക്കെ കർത്താവ് സൂക്ഷിച്ചില്ലേ? അതിന്റെ അർത്ഥം ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവ വിളിക്കായി സമർപ്പിക്കപ്പെട്ട ഒരു മനസ്സുണ്ടെങ്കിൽ ആ മനസ്സുള്ളവനെ മാനിക്കാൻ ദൈവം വിശ്വസ്തൻ. അതുകൊണ്ടാ നമ്മുടെ വാക്യത്തിൽ പറഞ്ഞത്, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് നീ തിരിച്ചറിയണം. മനസ്സിലായോ? അപ്പൊ ദൈവം നമുക്കൊരു കാര്യം തരുമ്പോൾ അതിലെന്താണത്? നന്മയാണ്. അതൊരു ദൈവത്തിന്റെ പ്രസാദമുണ്ട്. അതിൻ്റെ ഒരു ഫുൾഫിൽമെന്റ് ഉണ്ട്, അതിനകത്ത് ഒരു പൂർണ്ണതയുണ്ട്. അല്ലാതെ ഒടിഞ്ഞതും ചതഞ്ഞും ഒന്നും ദൈവം എത്തിയത്തില്ല, തരത്തില്ല. അതൊരു നന്മയായിട്ട് നിന്റെ ജീവിതത്തിൽ നിൽക്കും. അതൊരു എന്താ പറയുന്നത്, പ്രസാദമായിട്ട് മാറും. എന്താ ഇപ്പൊ പറയുന്നത്? ഒരു നല്ല ഭക്ഷണം തന്നെന്ന് വിചാരിക്കുക, കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ നല്ല ഭക്ഷണം നമ്മുടെ ഉള്ളിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വാടിയ മുഖത്തോട്ടിരിക്കും. ഇന്ന് ആർക്കും ഭക്ഷണം കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇത്രയും കാലം മോശം ഭക്ഷണം കഴിച്ചു എന്നാണ് നിങ്ങളുടെ മുഖത്തിൽ മനസ്സിലായത്. ഒരു നല്ല ഫുഡ് കഴിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ മുഖം എങ്ങനെയായിരിക്കും? ഒരു ചിരിച്ച് നല്ല സന്തോഷം അല്ലേ? കാര്യം വി എൻജോയ് ദാറ്റ് ഫുഡ്. നമ്മൾ ആ ഫുഡ് എൻജോയ് ചെയ്തു, നമുക്ക് സന്തോഷമായി, നമ്മൾ ഹാപ്പിയായി എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഫുഡൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ നിന്ന സമയത്തുള്ള വിക്ടർ ഓപ്പോസിറ്റ് കയറി വരുന്നു. വിക്ടർ ഓപ്പോസിറ്റ് കയറി വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ സന്തോഷം മുഴുവൻ കളയൂ. പറ, ആരാണ്ടൊക്കെ കളയുന്നവരുണ്ട് ഇവിടെ, അതാ ഈ അനങ്ങാതിരിക്കുന്നത്.
എന്നിട്ട് ഞാനപ്പോ എന്ത് ചെയ്യുന്നറിയാം, ഞാനാണെങ്കിൽ കളയത്തൊന്നുമില്ല, ഞാൻ ചിരിക്കും, കുറച്ചുകൂടി ചിരിക്കും. കാര്യം വിക്ടറെ കണ്ടതല്ലേ. എന്തിനാ വിക്ടർ, ഞാനിപ്പോ ഒരു ഫുഡ് കഴിച്ചു, ഇറ്റ്സ് എക്സലന്റ്, യമ്മി, യു ഹാവ് ടു ട്രൈ ഇറ്റ്. കഴിച്ചോ, നന്നായിട്ടുണ്ട്. ഇതല്ലേ നമ്മൾ പറയുള്ളൂ. അല്ല വിക്ടർ എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവൻ, എനിക്ക് പ്രിയപ്പെട്ടവൻ, ഞാൻ പറയാം ഒരു വസ്തുവിന് കൊള്ളത്തില്ല കേട്ടോ എന്നാലും പറയൂ ഇല്ല. ഇങ്ങനെ പറയാനാ ദൈവം നമ്മളെ വിളിച്ചത്. എന്ത് ഫുഡ് നല്ലതല്ല. എടാ, ഓ ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദി ലോർഡ് ഈസ് ഗുഡ്. ദൈവം നല്ലവൻ, ദൈവം വിശ്വസ്തൻ എന്ന് നീ രുചിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ മുഖത്ത് ആ പ്രസാദം ഉണ്ടാവും. ഈ പ്രസാദം ഒരുത്തർ ഓപ്പോസിറ്റ് വരുമ്പോ ചോദിക്കും എന്താ ഇത്ര ഹാപ്പി എന്ന് ചോദിക്കുമ്പോ പറയണം ഐ ഇൻ ക്രൈസ്റ്റ് ഐ ആം ഹാപ്പി. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷവാനാ, ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ഹാപ്പിയാ. അതുകൊണ്ട് അവര് നമ്മളോട് ചോദിക്കും അയ്യോ ഈ ഹാപ്പിയസ്റ്റ് മൂഡ് എനിക്ക് കൂടി കിട്ടണമെങ്കിൽ, ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് കൂടി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ പറയണം കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നത് സകല ലോകത്തിന്റെയും മാനവജാതിയുടെയും രക്ഷയ്ക്ക് വേണ്ടിയ ആ രക്ഷകനായി തീർന്ന ദൈവം എന്നെ സ്നേഹിച്ചു, എന്നെ സ്വീകരിച്ചു, എന്നെ കഴുകി എനിക്ക് രക്ഷ തന്നെങ്കിൽ ഈ ദൈവം നിനക്കും രക്ഷ തരും. യു ജസ്റ്റ് കം ബാക്ക്. ഇത് പറയാനാ ദൈവം നമ്മളെ വിളിച്ചത്. ഇതിനെയാ നിന്നെ ദൈവവിളി എന്ന് പറയുന്നത്. അല്ലാതെ കല്ലടിക്കോട് ഇറങ്ങി, മുണ്ടൂരിറങ്ങി, ഒലവക്കോട് ഇറങ്ങി, അവിടെ ഇറങ്ങി, ഇവിടെ ഇറങ്ങി പോയാൽ നിനക്ക് വെച്ച സാധനം കിട്ടത്തില്ല. എത്ര പേർക്ക് സന്തോഷത്തോടെ ഇതൊക്കെ ഏറ്റെടുക്കാൻ കഴിയും? അപ്പൊ പറയുന്നത് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിന്റെ ഹിതം ഇന്നതെന്ന് പർട്ടിക്കുലർലി നിനക്കത് കണ്ടുപിടിക്കണം. ഇന്നതാണ് ദൈവഹിതം, ഇന്നതാണ് ദൈവഹിതം. അല്ലാതെ കണ്ടതെല്ലാം ദൈവഹിതമല്ല കേട്ടോ. കണ്ടതും കാണുന്നതെല്ലാം ദൈവഹിതമല്ല. അത് നിന്റെ ജീവിതത്തിൽ നന്മയായിട്ടുണ്ടെങ്കിൽ, അത് നിന്റെ ഹൃദയത്തിനകത്ത് പ്രസാദം തരുന്നെങ്കിൽ, അതിനകത്തൊരു ഫിനിഷിംഗ് ഉണ്ടെങ്കിൽ, അതിനകത്തൊരു എന്താ പറയുന്നത് ഒരു 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 പൂർണ്ണതയുണ്ടെങ്കിൽ, നീ ചിന്തിച്ചോ ഓർത്തോ അത് ഉറപ്പിച്ചോ ഇത് ദൈവഹിതമാണ്. ഇതില്ലാത്തവനായി കയ്യും കാലും ഇട്ടടിക്കുന്നത്. ഇത് നീ അനുഭവിക്കണമെങ്കിൽ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് നീ എന്ത് ചെയ്യണം? ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് നീ മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കണം. ഇന്നർ ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് ഞാൻ ഡിസംബർ അവസാന ദിവസം പറഞ്ഞിരുന്നു. ഇന്നർ ട്രാൻസ്ഫോർമേഷൻ, അവിടെയാണ് നിനക്ക് മനസ്സ് പുതുക്കാൻ കഴിയുള്ളൂ. ഞാൻ നിങ്ങൾക്കെല്ലാം അറിവിന് വേണ്ടി പറഞ്ഞു തന്ന മണ്ണാർക്കാട് നിന്ന് വണ്ടി കയറി തച്ചമ്പാറ എത്തി, കരിമ്പെത്തി, കല്ലടിക്കോടെത്തി, മുണ്ടൂരെത്തി, ഒലവക്കോടെത്തി, ടൗൺ എത്തുന്നതിന് മുമ്പ് ഇറങ്ങാനുള്ള സ്ഥലത്ത് പല സ്ഥലങ്ങളിൽ വണ്ടി നിർത്തിയപ്പോൾ, തച്ചമ്പാറയിലെത്തിയപ്പോൾ ഒരു ചിന്ത ഒന്ന് ഇറങ്ങിയേക്കാം. അവിടെ ആ സമയത്ത് ഉടനെ യു ഹാവ് ടു റിന്യൂ, യു ഹാവ് ടു ട്രാൻസ്ഫോം യുവർ മൈൻഡ്. ആ സമയത്ത് എന്താ മനസ്സ് പുതുക്കേണ്ടെന്ന് അറിയാവോ? നോ, ഇവിടെ ഇറങ്ങാനുള്ളവനല്ല ഞാൻ, ഇതിന്റെ പുറകെ പോകാനുള്ളവനല്ല ഞാൻ, ഇതിന്റെ പുറകെ നിൽക്കാനുള്ളവനല്ല ഞാൻ. ഞാൻ അവിടുന്ന് ഒരു മനസ്സിൽ വന്നതാ. ആ മനസ്സിൽ ഞാൻ ആ അറ്റം വരെ പോകാനുള്ള കൃപ തരണമേ എന്ന് ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നതിനെയാണ് മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കുക എന്നുള്ളത്. എത്ര പേർക്ക് മനസ്സിലായി? മനസ്സിലായോ? അപ്പൊ മനസ്സ് പുതുക്കി തച്ചമ്പാറയെന്ന് മനസ്സ് പുതുക്കി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കല്ലടിക്കോട് ഇതിനേക്കാളും വലുത് കാണുന്നത്. അപ്പോഴും മനസ്സ് ചഞ്ചലിക്കുമ്പോൾ ഓർത്തോണം ഒറ്റ കാര്യം, മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കുക. എന്താ മനസ്സ് പുതുക്കേണ്ടത്? ദൈവഹിതത്തിനു വേണ്ടി, ദൈവത്തിന്റെ ഇഷ്ടത്തിനു വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, പ്രസാദത്തിനു വേണ്ടി, പൂർണ്ണതയുള്ളത് എന്റെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളത് ഞാൻ തേടി ഓടി നടക്കുമ്പോൾ, തേടുമ്പോൾ, അതിനുവേണ്ടി അടുക്കുമ്പോൾ എന്നെ തകർക്കുന്ന ഏതോ അതിൽ നിന്ന് ഞാൻ മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കും. ഇതാ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. എൻ്റെ ഈ സന്ദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഇന്ന് പകലിൽ സഭയെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു അനുഭവത്തിലേക്ക് വന്നിരിക്കുക. ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും ദൈവത്തിൽ ആശ്രയിച്ചു നിന്നുകൊണ്ട് പറയുകയാണ്,
മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കാൻ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന ദൈവമക്കൾ തയ്യാറാണെങ്കിൽ നന്മയായത്, പ്രസാദമായത്, പൂർണ്ണതയായത് ദൈവം ഈ ദിവസങ്ങളിൽ സഭയ്ക്കകത്ത് വെളിപ്പെടുത്തുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയമില്ല, ഒരു സംശയമില്ല. ഉറപ്പിച്ചും തറപ്പിച്ചും ഞാൻ പറയുക, ദൈവം പ്രവർത്തി ചെയ്തിരിക്കും. നമ്മുടെ പണി വിശ്വസിച്ച് നിന്നുകൊടുക്കുക എന്ന് മാത്രം. എന്താ ചെയ്യേണ്ടത്? വിശ്വസിച്ച് നിന്നുകൊടുക്കുക. അതുകൊണ്ട് എൻ്റെ ചിന്ത ഞാനിവിടെ അവസാനിപ്പിക്കുക. നമ്മുടെ ചിന്തകൾ, സുഖ സൗകര്യങ്ങൾ, അങ്ങനെയുള്ള ഒരു കംഫോർട്ട് സോണിൽ നിന്ന് നമ്മൾ പുറത്തു വരുമ്പോൾ ദൈവത്തിന്റെ ഹൃദയമിടിപ്പുണ്ടല്ലോ, ആ ഹൃദയമിടിപ്പിനോടുകൂടെ ചേർന്ന് നിന്നുകൊണ്ട് ആ ചേർന്ന് നിൽക്കാൻ ദൈവം അനുവദിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തെയാണ് യഥാർത്ഥ രൂപാന്തരം എന്ന് പറയുന്നത്. ഈ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഈ രൂപാന്തരം എന്താണെന്നറിയണ്ടേ? അവിടുന്ന് എടുത്തൊരു തീരുമാനം, കർത്താവേ ഞാൻ ഇറങ്ങി തിരിച്ചു ദൂരി കഴിക്കാം, പക്ഷെ ഈ ഇവിടെ എന്നെ ആകെ കൺഫ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറയുമ്പം ഈ രൂപാന്തരപ്പെടുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരാം. ഈ ലോകത്തിന്റെ ചിന്തകളും സുഖങ്ങളും സൗകര്യങ്ങളും മറ്റു പലതും അത് നമ്മൾ വലിയൊരു ബൗണ്ടറി ആക്കി ഇതിനകത്തൊക്കെ ഇതാണ് എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന ആ സാഹചര്യത്തിൽ നിന്ന് ആ ബൗണ്ടറിയെ മറികടന്നുകൊണ്ട് ദൈവം നമുക്ക് വേണ്ടി ഒരുവൻ ഉണ്ടെന്ന് ചിന്തിച്ച് ആ ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർന്ന ഹൃദയമിടിപ്പ് മനസ്സിലാക്കി ചേർന്ന് നിന്നുകൊണ്ട് ദൈവഹിതപ്രകാരം കാര്യങ്ങൾ ചെയ്യാൻ നാം തയ്യാറെടുക്കും എന്നൊരു തീരുമാനത്തിൽ വന്നാൽ അതിനെ രൂപാന്തരം എന്ന് പറയും. ഇനി ഇതിൽ കൂടുതൽ അപ്പുറം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കാം. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ താളം അറിയാവുന്ന ഒരു മനുഷ്യനായി നീ മാറിയാൽ അവിടെ ആ രൂപാന്തരം സംഭവിക്കുന്നു. അല്ലാതെ രണ്ട് മനസ്സും കൊണ്ടും, ദൈവവചനം രണ്ട് മനസ്സുള്ളവനെ കുറിച്ച് പറയുന്നുള്ളൂ. ഇരുമനസ്സുള്ളവൻ അവന്റെ വഴികളിലൊക്കെയും അസ്ഥിരൻ. അവൻ ഒരു കാര്യത്തിൽ സ്ഥിരതയില്ല. കാര്യം രണ്ട് മനസ്സാണ്. ഇറങ്ങണോ കയറണോ, ഇരിക്കണോ പോണോ, നടക്കണോ കിടക്കണോ, ഇത് നമ്മളിങ്ങനെ ആകെ ടെൻഷനാണ്. അതുകൊണ്ടാണ് ദൈവവചനം പറഞ്ഞത്, ഇരുമനസ്സുള്ളവൻ അവന്റെ വഴികളിലൊക്കെയും അസ്ഥിരൻ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇരുമനസ്സല്ല, നമുക്കൊരു 10 മനസ്സാന്ന് തോന്നിയിരിക്കും. അതുകൊണ്ട് നിന്റെ കാര്യം പോക്കാന്ന് പറഞ്ഞാൽ മെഗാ പോക്കാണ്. ഇന്ന് പകലിൽ ഏക മനസ്സുള്ളവരായി ഏകാത്മാവിൽ ഏക ദൈവത്തെ ഇന്ന് പകലിൽ ആരാധിക്കാൻ തയ്യാറാണെങ്കിൽ ആ ദൈവം കൂടെയുണ്ട്. അനുഗ്രഹീതമായൊരു ദിവസം ദൈവം നമുക്ക് തരുമ്പോൾ പുതിയ തീരുമാനത്തോടെ നമുക്ക് പോകാം. ഇതൊക്കെ എത്ര കേട്ടതാണ്. അങ്ങനത്തെ ഒരു ലാഘവത്തോടെ എടുക്കാതെ ഇന്ന് പകലിൽ റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം അത് എന്നോട് സംസാരിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇനിയും ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിന്റെ ഹിതം ഇന്നതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ കർത്താവേ ഇന്നു പകൽ എനിക്ക് കൃപ നൽകണമേ എന്നാത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ഈ ഇവിടുന്ന് സന്ദേശം കേട്ട് എഴുന്നേറ്റ് പോകുന്നുവെങ്കിൽ നിങ്ങളെ വളരെ ശ്രേഷ്ഠമായിട്ട് നടത്തി അടുത്തൊരാഴ്ചയിൽ കർത്താവ് നിങ്ങളെ സമാധാനത്തോടെ സൗഖ്യത്തോടെ കൊണ്ടുവരും എന്നുള്ള കാര്യത്തിന് എനിക്ക് ഒരു സംശയവുമില്ല. ഇന്ന് പകലിൽ കർത്താവ് നിങ്ങളെ സഹായിക്കുവാൻ ഇടയാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായി സഹായിക്കട്ടെ.